ഓരോ ആളുകളും കണ്ടുമുട്ടും. എന്തായിരിക്കും ആ അവസ്ഥ? നമ്മൾ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും അള്ളാഹു ചോദിക്കും, നീ ഇന്ന തിന്മകൾ ചെയ്തില്ലേ, നീ ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ നീ ചെയ്തില്ലേ എന്ന് അള്ളാഹു നമ്മോട് ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. അന്ന് എന്താണ് സഹോദരങ്ങളെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മറുപടി ഉണ്ടാവുക? അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മഅസൂമാണ്. എന്താണ് മഅസൂം എന്ന് പറഞ്ഞാൽ? പാപമുക്തനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് വൻപാപങ്ങൾ സംഭവിക്കുകയില്ല, അവിടുന്ന് തിന്മകൾ സംഭവിക്കുകയില്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മജ്ലിസിൽ, ഒരു ദിവസമല്ല, ഒരു മജ്ലിസിൽ 70 തവണ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് പറയാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാണ് സഹോദരങ്ങളെ ഈ പറയുന്നത്? ഇമാമുൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മജ്ലിസിൽ, അവിടുന്ന് സഹാബിമാർക്ക് എണ്ണി ക്ലിപ്തപ്പെടുത്താൻ പറ്റുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാറുണ്ട് എന്നുള്ളത്. 70. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാം. എന്താണ്? അല്ലയോ മുഅ്മിനീങ്ങൾ, അല്ലയോ സഹാബിമാരെ, നിങ്ങൾ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തുക. ഞാൻ ദിവസവും 100-ലധികം ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ എത്ര കണ്ട് സഹോദരങ്ങളെ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 70 തവണ മടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദിവസവും 70,000 മടങ്ങേണ്ട അവസ്ഥയാണ്. നമ്മളിൽ എത്ര തിന്മകൾ വരുന്നുണ്ട്, നമ്മൾ എത്ര പാപങ്ങളിലും നമുക്ക് എത്ര പോരായ്മകളും ഉണ്ട്. സ്വന്തം തന്നെ ചോദിക്കുക. ആരെയും കുറ്റപ്പെടുത്താനല്ല, സ്വന്തത്തോട് ചോദിക്കുക, എനിക്ക് വരുന്ന പാപങ്ങൾ എത്രയുണ്ട്, ഞാൻ ചെയ്തു കൂട്ടുന്ന വലുതും ചെറുതുമായ തിന്മകൾ എത്രയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ദിവസവും എത്ര തവണ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം.